രാവിലെ ചായ വെക്കാനായിട്ട് പാലെടുക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും അത് പിരിഞ്ഞു പോകാറുണ്ടല്ലേ. അപ്പോൾ ആ ഒരു പാല് വെറുതെ കളയാതെ ഉച്ചത്തേക്ക് പറ്റിയൊരു റൈസ് അത് വെച്ച് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. പിരിഞ്ഞു പോയ പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനെഗർ ചേർത്ത് കൊടുക്കാം. ഈ പാല് നല്ലതുപോലെ ഒന്നുകൂടെ പിരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലോണം പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരുപാട് സമയം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തിളപ്പിച്ചാൽ ഇത് ഹാർഡായി പോവും. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു തുണിയിലാണ് അരിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ ചൂടോടുകൂടി തന്നെ ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തുണി നമ്മുടെ കൈയും കൊണ്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ് പിഴിഞ്ഞെടുക്കാൻ. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിലെ വെള്ളമൊക്കെ കളയാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു സ്പൂണോ തവിയൊക്കെ വെച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കുറച്ച് അതിലെ വെള്ളം നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇനി ആ ഒരു തുണി നമുക്ക് കിഴി കെട്ടുന്ന പോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. പ്ലേറ്റിലേക്ക് വെച്ചതിന് ശേഷം ഇതിന് മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെക്കണം. അപ്പം ഞാനിപ്പം ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ട് അതാണ് വെയിറ്റായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു മണിക്കൂറോളം വെക്കണം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 2 മണിക്കൂർ വെച്ചാൽ ഏറ്റവും നല്ലത്. അപ്പോൾ 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ആ ഒരു പനീർ സെറ്റാവും. ഇനി നമുക്ക് ആ ഒരു തുണി അഴിച്ചു കൊടുക്കാം. അങ്ങനെ പനീർ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഈ റൈസ് ഉണ്ടാക്കുന്നതിന് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മൾ ആ ഒരു പനീറിൻ്റെ ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാം. ക്യൂബ്സ് ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുവാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ പനീർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതുപോലെ പാലൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലൊരു മസാല തയ്യാറാക്കിയെടുക്കണം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ ഇഞ്ചിയുടെ പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളിയുടെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഈ പൊടികൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഈ പൊടി ഉണ്ടാക്കുന്ന വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പം ഇഞ്ചിയുടെ പൊടിയും വെളുത്തുള്ളിയുടെ പൊടിയും ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പേസ്റ്റ് ആക്കിയെടുക്കാം. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അതുകൊണ്ടാണ് ഞാനിപ്പം ഇതിൽ പൊടി ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ഒരു പനീർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൈയും കൊണ്ട് ഉടയുന്ന അത്രയും നമ്മൾ കൈ കൊണ്ട് ഉടച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഇനിയിപ്പം ബാക്കി ഉടയാത്തത് ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഉടച്ചെടുക്കുക കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ഒടിഞ്ഞ് കിട്ടും. എന്നാലും ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് പനീർ ക്യൂബ്സ് ആയിട്ട് ഇടുന്നതിനെക്കാട്ടിലും നല്ലത് റൈസിൽ ഇതുപോലെ നമ്മളൊന്ന് ഉടച്ചു കൊടുക്കുന്നതാണ്. അപ്പോഴേ ആ റൈസിൻ്റെ എല്ലാ ഭാഗത്തും ഈ പനീറിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ പനീറിലേക്ക് മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കാനായിട്ട് ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ആ ഒരു പനീർ ബട്ടറിൽ കിടന്നിട്ട് ഒന്ന് ആയി വരട്ടെ. അപ്പോൾ ഒരുപാട് ടൈം ഇത് ഇങ്ങനെ ഇടരുത്, കാരണം അത് ഒരുപാട് കട്ടിയായി പോവും. പിന്നെ നമുക്ക് അത് കഴിക്കുമ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കും. അപ്പോൾ ഒരുപാട് ടൈം ഇത് നമ്മൾ ഇടണ്ട. ഈ ഒരു ലെവലിലാവുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ആ ഒരു ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് വെക്കണേ. അപ്പോഴേ ഞാൻ എല്ലാ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാൻ ആ സെയിം പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വലിയ സവോളയാണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഈ ഒരു സവോള ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മുളകാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ മസാലപ്പൊടിക്കായിട്ട് യൂസ് ചെയ്യുന്നത് സാമ്പാർ പൗഡറാണ്. അപ്പോൾ നമ്മൾ ഈ റൈസുകളൊക്കെ വെജിറ്റേറിയൻ റൈസുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ സാമ്പാർ പൗഡർ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ആ റൈസിന്. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ റൈസ് എടുക്കുന്നത് അതുപോലെ പനീർ എടുക്കുന്നത് അതനുസരിച്ചിട്ട് ഈ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് നേരത്തെ നമ്മൾ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പനീർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു സാമ്പാർ പൊടിയൊക്കെ നല്ല രീതിയിൽ മിക്സ് ആവുന്ന പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ 1 കപ്പ് അളവിൽ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബസുമതി റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. പിന്നെ ബസുമതി റൈസോ അല്ലെങ്കിൽ കൈമ റൈസോ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഈ പാനിലിട്ടിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഒരു സാമ്പാർ പൗഡറും അതുപോലെ ആ ഒരു പനീറും ക്യാരറ്റും ഒക്കെ റൈസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച റൈസ് ആയതുകൊണ്ടാണ് ഉപ്പിട്ട് കൊടുക്കാത്തത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതായത് നല്ലതുപോലെ എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിനി എരിവ് പോരാന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല, കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതായതുകൊണ്ട്. നല്ല അടിപൊളി ഒരു റൈസാണ് ഇത്. കഴിക്കാൻ നമുക്ക് വേറെ കറികളോ ഒന്നും ആവശ്യമില്ല. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റൈസാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾ പുറത്തു നിന്ന് പനീർ വാങ്ങിച്ചാലും ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ.